നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 13 മുതൽ 19 വരെയുള്ള നക്ഷത്രഫലം, വാരഫലം, അതായത് ജൂലൈ 13 മുതൽ 19 വരെയുള്ള വാരഫലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വാരത്തിൽ മാനസികമായി നിലനിന്ന് വന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റുന്നതാണ്. പണം ഇടപാടുകളൊക്കെ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. നിങ്ങളുടെ സ്ഥാപനത്തിൽ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും മറ്റും മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി സമ്പാദിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കും. നിങ്ങൾ താമസിക്കുന്ന ഗ്രഹത്തിലും മറ്റും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ചു വന്നിരുന്ന ചെറിയ മാറ്റം വീടിനുള്ളിൽ നിങ്ങൾക്കത് നടത്താൻ സാധിക്കും. കുടുംബജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതാണ്. പൊതു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മികച്ച വിജയം കൈവരും. അടുത്തത് ഭരണി. ഭരണി നക്ഷത്രക്കാർ വാഹനം വാങ്ങാൻ നിങ്ങൾക്ക് ഈ ആഴ്ച യോഗമുണ്ട്. കഫം, ജലദോഷം, പനി തുടങ്ങിയ രോഗങ്ങൾ നിങ്ങൾക്ക് പിടിപെടാം. ഈ ആഴ്ച നിങ്ങൾക്ക് ദീർഘയാത്രകൾ ഒക്കെ ചെയ്യേണ്ടി വന്നാൽ അത് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. പണമിടപാടുകളൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം. എന്തെങ്കിലും ആവശ്യത്തിനും മറ്റും നിങ്ങൾ കരുതി വെച്ച പണം മറ്റ് ആവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരും. മാനസിക പിരിമുറുക്കം വർദ്ധിക്കാം. മുതിർന്ന ബന്ധുക്കൾക്ക്, അതായത് കുടുംബത്തിൽ തന്നെ മുതിർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധുക്കൾക്ക്, മുതിർന്ന ആൾക്കാർക്ക് വാർദ്ധക്യ സഹജമായ രോഗം ഒക്കെ പിടിപെടാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കാർത്തികയാണ്. ശാരീരികമായി എന്തെങ്കിലും അരിഷ്ടതകൾ നേരിടും. ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടം വന്നു ചേരും. സ്ഥലമാറ്റം, ജോലിയിൽ നിന്നൊക്കെ സ്ഥലമാറ്റം ഉണ്ടാകും. ഗ്രഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഒന്നിലധികം തവണ ദീർഘയാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. ഭവനത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകാൻ സാധ്യതയുണ്ട്. അടുത്തത് രോഹിണി. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വാരം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. അതായത് ക്ഷേത്ര ദർശനവും അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുന്നതൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ സ്വയം തോന്നി അത് ചെയ്യാനുള്ളൊരു ആഴ്ചയാണ് ഈ ഒരു ആഴ്ച കടന്നു വരുന്നത്. കടം നൽകിയിരുന്ന പണം തിരികെ ലഭിക്കും. യാത്രകൾക്കിടയിൽ പരിക്ക് പറ്റുവാൻ സാധ്യതയുണ്ട്. പരമാവധി സൂക്ഷിച്ച് വാഹനങ്ങൾ ഓടിക്കുക. മറ്റുള്ളവരോട് സംസാരിച്ച് വിരോധം സമ്പാദിക്കാതെ ശ്രദ്ധിച്ചു വേണം. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ ശാന്തതയോടുകൂടി സംസാരിക്കുക. ആരോഗ്യരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പകർച്ചവ്യാധികളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. അത് വേണ്ടത്ര സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കരുതുക. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിനൊക്കെ അറ്റകുറ്റപ്പണികൾ, നിങ്ങൾ ഇപ്പം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പം ആ സ്ഥാപനത്തിലെ വാഹനമാണെങ്കിലും ആ വാഹനത്തിനായാലും അറ്റകുറ്റപ്പണികളും മറ്റും ചെയ്യേണ്ടി വരും. അടുത്തത് മകയിരം. മകര നക്ഷത്രക്കാർക്ക് രോഗശാന്തിക്ക് ഉള്ള സമയമാണ്. ജീവിത പങ്കാളിക്ക് ഉയർച്ച വരും. പ്രണയബന്ധത്തിലൊക്കെ അകപ്പെട്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. പലപ്പോഴും കോപം ആപത്തായി തീരും. വിദേശത്തൊക്കെയുള്ള ആൾക്കാർ നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. ലോണിന് മറ്റുമൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ലോൺ പാസ്സായി കിട്ടുന്നതാണ്. മനസ്സിനെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടുന്നതാണ്. അടുത്തത് തിരുവാതിര. കുടുംബസമേതം മറ്റും യാത്രകൾ നടത്തും. വിവാഹം ആലോചിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ്. നല്ല ആലോചനകളൊക്കെ വന്നു ചേരും. സ്വന്തമായി ബിസിനസ്സിനെ തുടങ്ങുന്നവർക്ക്, അതായത് സ്വന്തമായി ബിസിനസ് ആരംഭിക്കുന്നവർക്ക് ഈ ആഴ്ച നല്ല ലാഭം കിട്ടും. ഈ ആഴ്ച പുതിയ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല ലാഭം കിട്ടുന്നതാണ്. യാത്രകൾ കൂടുതലായി ചെയ്യേണ്ടി വരും. രോഗ ദുരിതങ്ങളിൽ നിന്ന് വിഷമിക്കുന്നവർക്ക് വളരെ ആശ്വാസമുള്ള ഒരു ആഴ്ചയാണ് ഈ ആഴ്ച. ഭക്ഷണത്തിൽ നിന്നുമുള്ള അലർജി നിങ്ങൾക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രുചികേട് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ഭക്ഷണം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അടുത്തത് പുണർദം. സഹായം, അതായത് നിങ്ങൾക്കൊരു സഹായം ഒരാൾ വാഗ്ദാനം ചെയ്താൽ അത് നിങ്ങൾ സൂക്ഷിച്ചു വേണം ആ ഒരു സഹായം സ്വീകരിക്കാനായിട്ട്. പണം തട്ടിപ്പ് അങ്ങനെയുള്ള ഇടപാടുകളൊക്കെ
എത്തിച്ചേരാനുള്ള ഒരു സാധ്യത ഈ ഒരു വാരം നിങ്ങളെ നക്ഷത്രക്കാർക്ക്, പുണർദ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ബന്ധുക്കൾ വഴി ലഭിക്കുന്ന വിവാഹ ആലോചനകളിൽ നിന്നും നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ്. പുതിയ ആഭരണങ്ങൾ, സ്വർണം, വെള്ളി തുടങ്ങിയ ആഭരണങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിക്കുന്നതാണ്. ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ വിജയിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മേലധികാരികളുടെ ഒരു അപ്രീസിയേഷൻ നിങ്ങൾ ഏറ്റുവാങ്ങും. അടുത്തത് പൂയ നക്ഷത്രക്കാർക്കും ഇതുപോലെ മേലധികാരികളിൽ നിന്നും പ്രശംസ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വിജയം കണ്ടെത്തും. സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലി തേടുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സ്വന്തമായി ചെയ്യുന്ന തൊഴിലിൽ നിന്നും നിങ്ങൾക്ക് ലാഭം കൂടുതലായിട്ട് കിട്ടും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാത്തിരിക്കുന്നവർക്ക് ആ അംഗീകാരം ലഭിക്കും. അടുത്തത് ആയില്യം നക്ഷത്രക്കാർ ഉറ്റ സുഹൃത്തുക്കളെ, അതായത് നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ പല പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്തിൽ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. പണം ചെലവിനുള്ള, അതായത് കൂടുതലായിട്ട് പണം ചെലവുള്ള കാര്യങ്ങൾ തൽക്കാലം ഈ ആഴ്ച ഒന്നും ചെയ്യാതിരിക്കുക. അത് നിങ്ങളെ കൂടുതൽ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് മക നക്ഷത്രക്കാർക്ക് ആരോഗ്യസ്ഥിതി ഒന്നും കൂടി മെച്ചപ്പെടും. വാഹനത്തിലായി, അതായത് വാഹനം വാങ്ങാനും അല്ലെങ്കിൽ വാഹനത്തിന് വേണ്ടി നിങ്ങൾ പണം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാഹനം വാങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പൊതുസ്ഥലങ്ങളിൽ അശ്രദ്ധമായി നിങ്ങൾ ഇടപെട്ടാൽ അത് മാനഹാനി, വഴക്ക് എന്നിവയിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പൊതുസ്ഥലത്ത് ഇടപെടുമ്പോൾ വളരെ സാവധാനത്തിൽ ആലോചിച്ച് മാത്രം സംസാരിക്കുക, ഇടപെടുക. ലോട്ടറി, ചിട്ടി എന്നിവയിൽ നിന്നുമൊക്കെ ധനലാഭ്യത്തിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും മറ്റുമൊക്കെ എന്തെങ്കിലുമൊക്കെ ധനലാഭത്തിന് അല്ലെങ്കിൽ ചിട്ടിയിൽ മറ്റും ചേർന്നവർക്ക് ചിട്ടിയൊക്കെ അടിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. മത്സര പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയിൽ നിങ്ങൾ ജയിക്കാനുള്ള ഒരു സാധ്യത ഈ ആഴ്ച കാണുന്നുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അലർജിയും മറ്റുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് പൂര നക്ഷത്രക്കാർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കണ്ടെത്തും. സമയക്കുറവ് മൂലം പല ജോലികളും പൂർത്തിയാക്കാൻ സാധിക്കുന്നതല്ല. പൊതുപ്രവർത്തകരായിട്ടൊക്കെയുള്ള ആൾക്കാർക്ക് വിജയം കണ്ടെത്തും. സന്താന ഗുണം വർദ്ധിക്കും. സന്താനത്തിൽ നിന്നുള്ള ഗുണം, അതായത് സന്താനത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് സാധിച്ചെടുക്കും. വാക്കു തർക്കത്തിലും മറ്റും പെട്ട് നിങ്ങൾക്കൊരു പേരുദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് സൂക്ഷിക്കണം. നിങ്ങളുടെ കണ്ണുകൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ നിങ്ങൾ 2 വീലറൊക്കെ ഓടിക്കുമ്പോഴായാലും നിങ്ങളുടെ കണ്ണ് സൂക്ഷിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് ഈച്ചയോ പ്രാണിയോ മറ്റോ വീണിട്ടാലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അപകടത്തിന് സാധ്യതയുണ്ട്, അത് സൂക്ഷിക്കണം. ഉത്തര നക്ഷത്രക്കാർക്ക് ചെലവുകൾ വർദ്ധിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വരും. വാഹനയാത്ര ചെയ്യുമ്പോൾ ധനനഷ്ടം സംഭവിക്കും. ജീവിത പങ്കാളിക്ക് ഉന്നതി വരും. ബന്ധുജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളിൽ നിന്നും മോചനം കിട്ടും. അതായത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ നിന്നൊക്കെ അവർക്കൊരു മോചനം കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സുഹൃത്തുക്കൾ വഴി ഒരു നേട്ടം കാണുന്നുണ്ട്. അടുത്തത് അത്തം നക്ഷത്രം. ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകും. സഹോദരങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള അരിഷ്ടത ഉണ്ടാകും. ലോട്ടറി, ഊഹക്കച്ചവടം, ധനനഷ്ടം ഒക്കെ സംഭവിക്കാം. ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞ് കഴിയേണ്ടി വരും. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തുവാൻ സാധിക്കും. പ്രണയ നൈരാശ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അടുത്തത് ചിത്തിര. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രശംസ ലഭിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വെച്ച് വേണം വാഹനങ്ങളൊക്കെ ഓടിക്കാനായിട്ട്. സഹപ്രവർത്തകരുമായിട്ട് നിലവിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ മാറുന്നതാണ്. ജലജന്യ രോഗം, അതായത് ജലത്തിൽ നിന്നും നിങ്ങൾക്ക് രോഗബാധയ്ക്ക് സാധ്യത കാണുന്നുണ്ട്, അത് സൂക്ഷിക്കണം. അടുത്തത് ചോതി. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ഒരാളെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബന്ധുജന ഗുണം വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് നിങ്ങൾക്ക് പിന്തുണ കിട്ടും. പണം ഇടപാടൊക്കെ നടത്തുമ്പോൾ സൂക്ഷിക്കണം. കുടുംബസമേതം മംഗളകർമ്മങ്ങളൊക്കെ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. അടുത്തത് വിശാഖ നക്ഷത്രം. സ്നേഹിക്കുന്നവരിൽ നിന്ന് എതിർപ്പ് നേരിടും. വ്യാപാരം, മറ്റു ബിസിനസ് എന്നിവയിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക വിഷമം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും എന്നർത്ഥം. ഒന്നിലധികം തവണ ദീർഘയാത്രകളും മറ്റും ചെയ്യേണ്ടി വരും. വിജയം
നിങ്ങൾ വിജയം ഉറപ്പിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചടിയായിട്ട് വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായി മാറ്റം കൊടുക്കാൻ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ജോലിയും കാര്യങ്ങളും മറ്റും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവർക്കൊരു സ്ഥാനക്കയറ്റം കൊടുക്കാനോ അല്ലെങ്കിൽ ശമ്പളം വർദ്ധിച്ചു കൊടുക്കാനോ ഒക്കെയുള്ളൊരു നിങ്ങൾക്ക് അതിനുള്ളൊരു ലാഭം നിങ്ങളുടെ കമ്പനിയിൽ നിന്നും കിട്ടുന്നതാണ്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ സാധിക്കും. പുതിയ പദ്ധതികളിൽ നേട്ടം കൈവരിക്കും. അടുത്തത് അനിഴ നക്ഷത്രം. ജോലി സ്ഥലത്ത് നല്ലൊരു തീരുമാനമെടുക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് നിങ്ങൾക്ക് പ്രശംസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. വിവാഹ യാത്രകളിലും മറ്റും, അതായത് ദീർഘദൂര യാത്രകളിലും മറ്റും വിവാഹ സംബന്ധമായ കാര്യത്തിന് പങ്കെടുക്കേണ്ടി വരും. ഭവന നിർമ്മാണം മറ്റും നടത്തുന്ന ആൾക്കാർക്കത് പൂർത്തീകരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഉദര സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അടുത്തത് തൃക്കേട്ട നക്ഷത്രം. രോഗദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടയുള്ളൊരു വാരമാണ് ഈ വാരം. ആരോഗ്യകാര്യത്തിൽ വളരെ അതായത് ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു രോഗദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് മാറ്റം വരും. ബന്ധുജനങ്ങളുടെ വിവാഹത്തിൽ നിങ്ങൾ പങ്കെടുക്കും. സുഹൃത്തുക്കളുമായി കലഹത്തിന് സാധ്യതയുണ്ട്. പണം ഇടപാട് സംബന്ധിച്ച് കൈമാറ്റം, അങ്ങനെയുള്ള പണം ഇടപാടൊക്കെ നടത്തുന്നതിന് ഈ ഒരു വാരം നല്ലതല്ല. അടുത്തത് മൂല നക്ഷത്രം. ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ, അതായത് തുടർ വിദ്യാഭ്യാസത്തിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ നേട്ടങ്ങൾ വരും. മത്സര പരീക്ഷയിലും മറ്റും നേട്ടം വരുന്നതാണ് ഈ ഒരു വാരത്തിൽ കാണുന്നത്. സഹോദരങ്ങൾക്ക് തൊഴിൽപരമായ നേട്ടം കൈവരും. സാമ്പത്തിക വിജയം വന്നു ചേരും. അടുത്തത് പൂരാടം. പൂരാട നക്ഷത്രക്കാർക്ക് ഈ ഒരു ആഴ്ചയിൽ നല്ല വരുമാനം ജോലി സ്ഥലത്ത് നിന്നും പ്രതീക്ഷിക്കാം. വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. രോഗാരിഷ്ടം മൂലം ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുവാൻ, അതായത് നിങ്ങൾക്ക് ചെറിയ ഒരു പനി അല്ലെങ്കിൽ ജലദോഷം അങ്ങനെയൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാനൊരു തടസ്സം, അതിൽ നിന്നും നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. പല രീതിയിലുള്ള അലർജി രോഗങ്ങൾ നിങ്ങളെ അലട്ടുവാൻ സാധ്യതയുണ്ട്. അടുത്തത് ഉത്രാടം. വിശ്രമം കുറയും, അതായത് വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വിശ്രമം ഇല്ലാതെ പണിയെടുക്കും. ഭക്ഷണ സുഖം, അതായത് ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങൾക്ക് കിട്ടും. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ച് നിങ്ങൾ പണിയെടുക്കും. ഇതുമൂലം നിങ്ങൾക്ക് അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. ജലദോഷം, പനി, തുമ്മൽ എന്നിവ മൂലം നിങ്ങൾക്ക് ഈ വാരം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. തിരുവോണം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. ജീവിത പങ്കാളിയുമായി നിലനിന്ന് വന്നിരുന്ന തർക്കങ്ങളും മറ്റും മാറ്റി ഒന്നിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വാരത്തിൽ അനുകൂല സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റും നേട്ടം കൈവരും. മറ്റുള്ളവരെ അമിതമായി ആശ്രയിച്ച് മാനസിക വിഷമം വരുത്തിവെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ നല്ല ശാന്തമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് അവിട്ടം. അവിട്ട നക്ഷത്രക്കാർക്ക് നേരായ മാർഗത്തിലൂടെ ഒരുപാട് ലാഭം ഉണ്ടാക്കി പണം നേടാൻ സാധിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം സുഖം ലഭിക്കും, അതായത് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് കഴിക്കുവാൻ സാധിക്കുന്നതാണ്. കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. വിവാഹ ആലോചനയിൽ മറ്റും നോക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതായത് പുറത്തുള്ള ഒരു വ്യക്തി വന്ന് സംസാരിക്കുന്നത് മൂലം നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രത്യേക സംസാരത്തിലൂടെ വിഷയങ്ങളായി അത് വഴക്കൊക്കെ ആയി കലാശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ചിടപെട്ടാൽ അത് നിങ്ങൾക്ക് ഈ തരണം ചെയ്ത് മുൻപോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അടുത്തത് ചതയം. തൊഴിലൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് നല്ല സമയമാണ്. സുഹൃത്തുക്കളുടെ ഒരു ഇടപെടൽ കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം സാധിക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങളിലും മറ്റും ഉള്ളവർക്ക് അത് പുരോഗതി കാണുന്നുണ്ട്. കടങ്ങൾ വീട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സഹോദരിക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കേണ്ടി വരും ഈ നക്ഷത്രക്കാർക്ക്. വ്യാപാരമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു സമയമാണ്. അടുത്തത് പൂരിട്ട നക്ഷത്രം. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ശീലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തകനായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ അത്
അങ്ങനെയുള്ള ആൾക്കാർ തൽക്കാലം ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതായിരിക്കും. ചില തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനസമ്പാദനത്തിന് നല്ല മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കും. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രായമായ ആൾക്കാർക്കൊക്കെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തത് ഉത്രട്ടാതി. മറ്റുള്ളവരുമായി കലഹത്തിന് സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. പണമിടപാടൊക്കെ നടത്തുമ്പോൾ ചതിവ് പറ്റാതെ നോക്കണം. ഉത്രട്ടാതി നക്ഷത്രക്കാരായ ആളിൻ്റെ പിതാവിന് അരിഷ്ടതകളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്, സൂക്ഷിക്കണം. വിദേശത്തൊക്കെയുള്ള ജോലി ശ്രമിക്കുന്ന ആൾക്കാർക്ക് അതിലെ പുരോഗതി കണ്ടെത്തും. അടുത്തത് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് വാഹനം, ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനമെടുത്ത് അതിൽ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഒപ്പുവെക്കാനുള്ളൊരു ആഴ്ചയാണ് ഈ ഒരു ആഴ്ച വരുന്നത്. ദീർഘദൂര യാത്രകൾ കഴിവതും ഒഴിവാക്കണം. ബന്ധുക്കളിൽ നിന്നും സഹായം കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കാർഷിക മേഖലയിൽ ഒക്കെ എന്തെങ്കിലും പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഈ ആഴ്ച ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇത്രയുമാണ് ഓരോ നക്ഷത്രക്കാരുടെയും പൊതുവായുള്ള ഫലങ്ങൾ. ജൂലൈ 13 മുതൽ 19 വരെയുള്ള സമയത്തെ ഫലങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചത്. ഈ ഒരു വാരത്തിൽ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന പൊതുവായുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ സംസാരിച്ചത്. അപ്പം നിങ്ങളുടെ വിശദമായി ഉള്ള ഫലങ്ങളും ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഓരോ മാസത്തിലൊക്കെ നമുക്ക് കണക്കാക്കണമെങ്കിൽ ആളിൻ്റെ ജനന തീയതിയും ജനന സമയമൊക്കെ വെച്ച് നമ്മൾ വിശദമായി നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് പൊതുവായുള്ള ഫലമാണ്. അപ്പോൾ എല്ലാവരും പുതിയ ജ്യോതിഷ സംബന്ധമായ വാർത്തകളും മറ്റും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓരോ നക്ഷത്രക്കാരും അവരുടെ നാൾ വരുന്ന, ഇപ്പോൾ ജൂലൈ മാസത്തിൽ അവരുടെ നക്ഷത്രം എന്ന് വരുന്ന അന്ന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ അർച്ചനയും മറ്റ് വഴിപാടുകളും ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാ തടസ്സങ്ങളും മാറ്റിക്കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു അധ്യായമായിട്ട് ഉടനെ കാണാം. നന്ദി.